പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 20, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മളെന്നും സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഏതൊരു വിജയത്തിൻ്റെയും പുറകിൽ നമുക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റും വേണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജേഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് മെയ് 20 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഫസ്റ്റ് എവർ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ഇനോഗ്രേറ്റഡ് ഇൻ ദിയു. പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ദിയുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2025 മെയ് 19 ആദ്യത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് എവിടെയാണ് ആരംഭിച്ചത്? ദാമൻ ആൻഡ് ദിയു. ദാമൻ ആൻഡ് ദിയുവിലാണ് ആദ്യത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു, മെയ് 19 ആദ്യത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ഇവ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കഴിഞ്ഞതേയുള്ളൂ. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് മഹാരാഷ്ട്രയായിരുന്നു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ. 2025 മെയ് 19 ആദ്യത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് കിക്ക് ഓഫ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇദ്ദേഹമാണ് മെയ് 19 ഫസ്റ്റ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ദാമൻ ആൻഡ് ദിയുവിൽ ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ഖേലോ ഇന്ത്യ ആരംഭിച്ച വർഷം ഏതാണ്? 2018. 2018 ഖേലോ ഇന്ത്യ ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉണ്ട്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി എന്നിവ ഇപ്പോൾ കൂടാതെ ഇപ്പോൾ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ഖേലോ ഇന്ത്യ ഏത് പേരിലാണ് ആരംഭിച്ചത്? ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ്. ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് എന്ന പേരിലാണ് ആദ്യത്തെ ഖേലോ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത്. 2018 ഖേലോ ഇന്ത്യ ആരംഭിച്ച വർഷം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പങ്കെടുക്കാൻ പരമാവധി പ്രായം എത്ര? 17 വയസ്സിനും 21 വയസ്സിനും താഴെയുള്ളവർ. അതായത് ചില കാറ്റഗറീസിലാണെങ്കിൽ 17 വയസ്സും, എന്നാൽ ചില കാറ്റഗറീസ് ആണെങ്കിൽ 21 വയസ്സാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ പരമാവധി പ്രായം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഓപ്പൺസ് ന്യൂക്ലിയർ എനർജി സെക്ടർ ടു പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇന്ത്യ ആണവോർജ്ജ മേഖല സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് തുറന്നു കൊടുക്കുന്നു. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് ഊർജ്ജ മേഖലയിലാണ് ഇന്ത്യ സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത്? ആണവോർജ്ജ മേഖല. ആണവോർജ്ജ മേഖലയിൽ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ന്യൂക്ലിയർ എനർജി സെക്ടറിലേക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വരികയാണ്. ആണവോർജ്ജ മേഖല ഇപ്പോൾ അടുത്തൊരു നീക്കം എന്ന് പറയാൻ പറ്റും. ആദ്യമായിട്ടാണ് അതായത് ഇത്തരത്തിലുള്ള നീക്കം വന്നിട്ടുള്ളത്. ആണവോർജ്ജ മേഖലയിൽ ഇപ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയാണ്. ഏത് രാജ്യമാണ് അടുത്തിടെ തങ്ങളുടെ കമ്പനികൾക്ക് ഇന്ത്യയിൽ ആണവ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഡിസൈൻ ജോലികൾ ചെയ്യാനും അനുമതി നൽകിയത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2008 ഇൻഡോ US ന്യൂക്ലിയർ ഒരു ഡീൽ നടന്നിരുന്നു. അതനുസരിച്ച് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് US ഒരു പാർട്ട്ണർഷിപ്പ് കൂടി ഇന്ത്യയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഡീൽ ആയിരുന്നു. ഇതനുസരിച്ചാണ് ഇപ്പോൾ US ഇപ്പോൾ ഇന്ത്യയിൽ തങ്ങളുടെ കമ്പനികൾക്ക് ഇന്ത്യയിൽ ആണവ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഡിസൈൻ ജോലികൾ ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആണവോർജ്ജ മേഖലയിലെ ഏക ഓപ്പറേറ്റർ ഏത് സംഘടനയാണ്? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, NPCIL. ഇന്ത്യയിലെ ഒരേ ഒരു സംഘടനയായിരുന്നു, ഒരേ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ആണവോർജ്ജ മേഖലയിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ള സംഘടന. എന്നാൽ ഇപ്പോൾ അത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് പോവുകയാണ്. NPC ഓഫ് ഇന്ത്യ, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1987 സെപ്റ്റംബർ 1 മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്നിപ്പോൾ ഏതാണ്ട് 1,05,000 സ്റ്റാഫ് ഉള്ള ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: നേഷൻ വൈഡ് വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ടു ബിഗിൻ. രാജ്യവ്യാപകമായി വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ആരംഭിക്കുന്നു. ഇന്നലെയായിരുന്നു ഇതിനെക്കുറിച്ച് പ്രഖ്യാപനം. അതായത് രാജ്യവ്യാപകമായിട്ട് വികസിത് കൃഷി സങ്കല്പ അഭിയാൻ എന്ന ഒരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 29 മുതൽ
ജൂൺ 12 വരെ രാജ്യവ്യാപകമായി വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ആരംഭിക്കാൻ പോകുന്ന മന്ത്രാലയം ഏതാണ്? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. വരാൻ പോകുന്ന മെയ് 29 മുതൽ ജൂൺ 12 വരെ രാജ്യവ്യാപകമായിട്ട് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ്. അതായത് വികസിത് കൃഷി സങ്കല്പ അഭിയാൻ. ഇത് ലോഞ്ച് ചെയ്യുന്നത് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ്. 2025 മെയ് 29 മുതൽ ജൂൺ 12 വരെ ആരംഭിക്കുന്ന വികസിത് കൃഷി സങ്കല്പ അഭിയാന്റെ ലക്ഷ്യം എന്താണ്? 2170 ശാസ്ത്രജ്ഞരുടെ സംഘങ്ങൾ കർഷകരെ പരിശീലിപ്പിക്കുകയും നേരിട്ട് ഇടപെടുകയും ചെയ്യും. നേഷൻ വൈഡ് പ്രോഗ്രാം ആണ്. അതായത് രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്. 2170 സയന്റിസ്റ്റ് ആണ് രാജ്യത്തുടനീളം കർഷകരെ കാണുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. അതായത് വികസിത് കൃഷി സങ്കല്പ അഭിയാൻ. ഇത് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പുതിയ പുതിയ ടെക്നോളജി എങ്ങനെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ആണ് ഈ സയന്റിസ്റ്റുകൾ നൽകാൻ പോകുന്നത്. 2170 സയന്റിസ്റ്റുകൾ നൽകാൻ പോകുന്നത്. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് മെയ് 29 മുതൽ ജൂൺ 12 വരെ രാജ്യത്തുടനീളം വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ആരംഭിക്കുന്ന കാര്യം ശിവരാജ് സിംഗ് ചൗഹാൻ, ഇദ്ദേഹം കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രിയാണ്. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തോടൊപ്പം വികസിത് കൃഷി സങ്കല്പ അഭിയാന്റെ ഭാഗമാകുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് കൂടി ഭാഗമാവുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ആണ് ഈ വരുന്ന മെയ് 29 ആരംഭിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഡയറക്ടർ ആണ് മംഗിലാൽ ജാട്ട്. ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിതമായിട്ടുള്ളത് 1929 ജൂലൈ 16 തീയതിയാണ്. അതായത് ഇൻഡിപെൻഡൻസ് മുമ്പ് തന്നെ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. അതിൻ്റെ ഡയറക്ടർ ആണ് മംഗിലാൽ ജാട്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഓപ്പറേഷൻ ഒലിവിയ ഹെൽപ്സ് പ്രൊട്ടക്ട് 6.98 ലാക്ക് ഒലിവ് റിഡ്ലി ടേർട്ടിൽസ്. 6.98 ലക്ഷം ഒലിവി റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ഒലിവിയ സഹായിക്കുന്നു. ഏത് ഫോഴ്സ് ആണ് ഓപ്പറേഷൻ ഒലിവിയ എന്ന ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആമകളെ സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ഒലിവിയ നടത്തിയ സേന ഏതാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒഡീഷയിൽ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു ആമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഒലിവിയ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഓപ്പറേഷൻ ആണ്. ഒഡീഷയിലെ ഏത് നദിയിലാണ് ഓപ്പറേഷൻ ഒലിവിയ നടത്തിയത്? ഋഷികുല്യ നദീമുഖം. ഋഷികുല്യ റിവറിന്റെ ആ ഭാഗത്ത് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഒലിവിയ ടു പ്രൊട്ടക്ട് ടേർട്ടിൽസ്. അതായത് ആമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ. എത്ര ആമകളുടെ റെക്കോർഡ് സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ഒലിവിയ സഹായിച്ചു? 6.98 ലാക്സ്. അതായത് 6.98 ലക്ഷം ഒലിവ് റെഡ്ലി ടേർട്ടിൽസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായിരുന്നു ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഒലിവിയ. അതായത് കൃത്യമായിട്ടുള്ള ആ സംരക്ഷണം നൽകുക എന്നതായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഓപ്പറേഷൻ. ഈ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഒലിവിയ. നടത്തിയിട്ടുള്ളത് ഒഡീഷയിലുള്ള ഋഷികുല്യ നദീമുഖത്താണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് സാഗർ മേ സമ്മാൻ. സാഗർ മേ സമ്മാൻ എന്നൊരു പ്രോഗ്രാം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. സമുദ്രമേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച നയത്തിന്റെ പേരെന്താണ്? സാഗർ മേ സമ്മാൻ. അതായത് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ മാരിടൈം സെക്ടർ. സമുദ്രമേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു പോളിസിയാണത് സാഗർ മേ സമ്മാൻ എന്ന പോളിസി. SMS എന്നറിയപ്പെടുന്ന സാഗർ മേ സമ്മാൻ. സമുദ്രമേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നയമായ സാഗർ മേ സമ്മാൻ 2025 മെയ് 18 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ആണ് മെയ് 18 തീയതി സാഗർ മേ സമ്മാൻ എന്ന ഒരു പോളിസി ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്.
ഇത് സമുദ്രമേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. തുറമുഖങ്ങൾ, ഷിപ്പിംഗ്, ജലപാതകൾ എന്നിവയുടെ കേന്ദ്രമന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. സർബാനന്ദ സോനോവാൾ ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ശിവരാജ് സിംഗ് ചൗഹാൻ. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും ജനറൽ നോളേജും ബന്ധപ്പെട്ട് 18ഓളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ജേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.